സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാധികയുടെ കഴുത്തി കിടക്കുന്ന താലി അഴിച്ചു മാറ്റാതെ ഞാനിനി ഈ വീട്ടിൽ നിന്ന് ജലപാലം പോലും കഴിക്കില്ല എന്ന് മുത്തശ്ശി പറഞ്ഞിരുന്നല്ലോ. എന്നാൽ മുത്തശ്ശിയുടെ വാക്കിന് ആരും അധികം വിലയൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ ആകെ വിശന്ന് വളഞ്ഞിരിക്കുകയാണ്. രാത്രിയായിട്ട് മുത്തശ്ശിക്ക് ഉറക്കമേ വരുന്നില്ല. ഇനിയും ഭക്ഷണം കഴിക്കാതിരുന്ന ഞാൻ ചത്തുപോകും എന്ന് പറഞ്ഞ് സുകുമാരിയമ്മ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പമ്മി അടുക്കളയിലേക്ക് എത്തുവാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് ഒളിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാണ് കേട്ടോ. ഈ സമയം അടുക്കളയിലെത്തുന്ന രാധിക ഈ കാഴ്ച കാണുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ദേവനെ കാണാനായിട്ട് ദേവൻ ആധാരം കൊടുത്ത് പണം വാങ്ങിയ ആളുണ്ടല്ലോ, അയാൾ വീട്ടിലേക്ക് എത്തുവാണ്. അയാൾ ദേവനോട് പണത്തിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ കൊണ്ട് തിരുമേനിക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തിരുമേനി ആ പൈസ അങ്ങ് തിരികെ തന്നാൽ മതി എന്ന് പറയുവാണ്. അന്നേരം തിരുമേനി പറയണേ, ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല, പക്ഷേ അത് ഉടനെ തന്നെ ഞാൻ തിരികെ തരാം എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. ഈ സമയം മുത്തശ്ശി ദേവനോട് പറയണേന്, ഈ നിലക്ക് പോയാൽ അധികം വൈകാതെ നീ ഇരിക്കുന്ന സ്ഥലത്ത് ആ കുഞ്ഞുമോൻ കയറിയിരിക്കും. ഈ നാശം പിടിച്ചവൾ കാരണം ഈ കുടുംബം തന്നെ കൈവിട്ട് പോകുമെന്നാണ് തോന്നുന്നത്. വൈകാതെ നമ്മളെല്ലാവരും കൂടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രാധികയ്ക്കും ദേവനും എല്ലാവർക്കും വല്ലാതെ സങ്കടമാകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പരമേശ്വരനെയാണ്. പരമേശ്വരനെ പെട്ടെന്നൊരു അസ്വസ്ഥതയും തളർച്ചയും തോന്നി പെട്ടെന്ന് അവിടെ വീഴാൻ പോകുവാണ് കേട്ടോ. ഈ സമയം പത്മിനിയും ഗൗതമൊക്കെ അങ്ങോട്ടൊക്കെ ഓടി വരുവാണ്. അങ്ങനെ വീഴാൻ പോകുന്ന പരമേശ്വരനെ താങ്ങി പിടിക്കുവാണ് ഗൗതം. ഈ കാഴ്ച കൊണ്ട് വരുണും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്